പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങ് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 3.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ, അതും 3.5 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഐറ്റംസാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്യണത്. ഇതുപോലെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊട്ടറ്റോ കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ ഞാൻ എല്ലാ പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കോൺഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ് ഇടുന്നത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ പൊട്ടറ്റോയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലവറും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് കണ്ടോ, ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഞാനിന്ന് ഇൻഗ്രീഡിയൻസിൽ കാണിച്ച ബ്രെഡ് ക്രംസിൻ്റെയും കോൺഫ്ലവറിൻ്റെയും അളവായിരിക്കില്ല നിങ്ങൾ ചെയ്യുമ്പോൾ. അത് പൊട്ടറ്റോയിലെ വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞ് നമുക്കിതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. ഇനി ഞാനൊരു സിപ്പ് കവറാണ് ഇത് പരത്തിയെടുക്കാനായിട്ട് വെച്ചത്. നോർമൽ പ്ലാസ്റ്റിക് കവർ ആയാലും വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് ആക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ ഞാനൊരു പകുതിയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കൈ വെച്ച് പരത്തി കൊടുക്കുക. കൈ വെച്ച് ഇവനായിട്ട് എല്ലാ സൈഡിലും നല്ലപോലെ പരത്തണം. ഇനി നമുക്ക് ഒരു ചപ്പാത്തിയുടെ കോലിൽ എണ്ണ നന്നായിട്ട് പരത്തിയിട്ട് വീണ്ടും ഒന്നുകൂടി പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സർഫസൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി എല്ലാ സൈഡിലേക്കും ഇതുപോലെ പരത്തി കൊടുക്കുക. ചപ്പാത്തി പരത്തണ പോലെ കനം കുറയ്ക്കരുത്. അത് അത്യാവശ്യം കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്മൈലി ഫേസസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്താണത്. നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ അമർത്തിയിട്ട് ഈ കാണുന്ന പോലെ ഓരോ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കണ്ണുണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോ ആണ് എടുത്താണത്. നിങ്ങളുടെ അടുത്ത് സ്റ്റീൽ സ്ട്രോ ഇല്ലെങ്കിൽ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ എടുത്തിട്ടായാലും ചെയ്യാൻ പറ്റും. നല്ലപോലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ണുണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് വായ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ സ്മൈലി ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സ്മൈലി ഫേസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. വറുക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഈ സ്മൈലി ഫേസൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ പുറത്തെ ലെയർ കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്കാവില്ല. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി 2 സൈഡും തിരിച്ചും മറച്ചിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്മൈലി ഫേസ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.